അത് ലീഗിനെ അറിഞ്ഞത് ധാരാളമുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും എഴുതിക്കൊണ്ടും ഇരിക്കില്ലേ. സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി, തെക്കൻ ജില്ലകളിലേക്ക് കടന്നു കയറിയ പാർട്ടി എന്നൊക്കെ നിങ്ങളാണ് ഞങ്ങൾക്ക് അർഹതയുണ്ടെന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്നത്. ഇപ്പോൾ എഴുതി പറഞ്ഞ് ഏതായിരുന്നാലും മോശമല്ലേ? കുറച്ചൊക്കെ മറ്റു ഘടകകക്ഷികൾക്കും കൊടുക്കണ്ടേ? എല്ലാം കൂടി ഞങ്ങൾ എടുക്കുന്നത് മോശമല്ലേ? മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തണമെന്ന് ഒരുപാട് കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. UDFിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജാനു വന്നു, പിന്നെ ആരാ വന്നത്, അൻവർ സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വിഭാഗങ്ങളുമായും സംഘടനകളുമായും ഒക്കെ യോജിക്കും. അതേ അവസരം ചർച്ചകൾ നടക്കുന്നുണ്ടാകാം. ആ ചർച്ചകൾക്കൊരു തീരുമാനമാകുമ്പോൾ തീർച്ചയായും ആദ്യം നിങ്ങളെ അറിയിക്കും. നടക്കുന്നുണ്ടല്ലോ, അതാവൂലോ. ഇനി സീറ്റ് വിഭജന ചർച്ച നടന്നാലും അതിനനുസരിച്ചുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ ഞങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവും. നമുക്ക് കേരളത്തെ രക്ഷിക്കണം ഈ ഇടതുഭരണത്തിൽ നിന്ന്. അതിനെന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ലീഗും കോൺഗ്രസും എല്ലാ ഘടകകക്ഷികളും തയ്യാറാവും. അല്ല, അത് ആ സമയത്ത് ആലോചിക്കേണ്ടതല്ലേ. ഇപ്പൊ നമ്മൾ ഒഴിവാക്കിയിട്ടിട്ട് ആരും വന്നില്ലെങ്കിലോ? ഇടതുപക്ഷം എതിരാളികളില്ലാതെ ജയിക്കൂലേ? അൻവർ ജനാധിപത്യ മൂല്യങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരണത്തിനെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളും ആര് വന്നാലും ഗുണം ചെയ്യും. അത് ഒരു വാദമോ അവകാശമോ തർക്കവും വിവാദവും ഒന്നും ആക്കണ്ടല്ലോ. പരസ്പരം സ്നേഹസമൃദ്ധമായ ചർച്ചകളിലൂടെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തും. UDFിൽ അത് സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങൾ പരസ്പര വിശ്വാസത്തോടും ധാരണയോടും സ്നേഹത്തോടും കൂടി ഇരുന്ന് സംസാരിച്ച് പരസ്പര ഐക്യത്തോടു കൂടി ഒരു തീരുമാനത്തിലെത്തും. എല്ലാം അനൗദ്യോഗികമാണ്, അതാണ് പ്രശ്നം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഔദ്യോഗികമാവും, അതുമാണ് പ്രശ്നം. ആവാം. ഇന്ന് പല മണ്ഡലങ്ങളും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ ചർച്ചയിൽ ആദ്യവട്ടം ഞങ്ങളും കോൺഗ്രസും തമ്മിലൊന്ന് സംസാരിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ മനസ്സിൽ എന്താണെന്നും ഞങ്ങളുടെ മനസ്സിൽ എന്താണെന്നും കോൺഗ്രസ് മനസ്സിലാക്കും. അവിടെ നിന്ന് അങ്ങോട്ട് ചർച്ചകൾ തുടങ്ങും. വളരെ പെട്ടെന്ന് സൗഹൃദപരമായി അത് അവസാനിക്കും. അല്ല, കൂടുതൽ സീറ്റുകൾക്ക് പാർട്ടിക്ക് അർഹതയുണ്ട് എന്നാണ് തങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെ പറയല്ലേ, നിങ്ങളും പറയുന്നത് അത് തന്നെയല്ലേ. അതിൽ നമുക്ക് തർക്കമില്ലല്ലോ. പക്ഷെ അത് വാങ്ങുമോ കിട്ടുമോ വാങ്ങൂലേ നിൽക്കുമോ അതിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയല്ല, സീറ്റ് കൂടുതൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് വനിതകളെയും യുവാക്കളൊക്കെ നിർത്തണ്ടേ. 140 വരെ മാക്സിമം. അതല്ലാത്ത വനിതകളും ധാരാളം ഇതിലുണ്ടല്ലോ. ഞാൻ ആരെങ്കിലും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല.